അപ്പോൾ 33 വാട്ടർഫോൾസിന് മുകളിലേക്ക് തട്ടുകളുണ്ട്. എന്നാൽ അത് സൂം ചെയ്ത് കാണിച്ചു തരാം. മഞ്ഞുമൽ ബോയ്സ് പോലെ തന്നെ കപ്പിയും കയറക്കിട്ട് ചിലപ്പോൾ. അപ്പം അതിൻ്റെ പേരിൽ അതേപോലെ ഇവിടെയും മഴയാണ്. അതെ, മഞ്ഞുമൽ ബോയ്സിൽ മഴ പോലെ ഇവിടെയും മഴ പെയ്തിട്ടുണ്ട്. ഇത്രയും മുകളിലാണ് അവർ നിൽക്കുന്നത്. കണ്ടാ പിള്ളേർ പയ്യേനെ ഇറങ്ങി വന്നിട്ട്. കണ്ടാ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മാങ്കുളത്ത് വിശേഷങ്ങളാണ് ഞങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടി പോണത്. ഒരു ദിവസം മുഴുവനായിട്ട് മാങ്കുളം എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. മാങ്കുളം പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്രദമായ ഒന്നായിരിക്കുന്നതാണ്. ഉയരങ്ങളിൽ നിന്ന് തട്ടായിട്ട് ഒഴുകി വരുന്ന 33 വാട്ടർഫോൾസ്, മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഗുണ കേവിലെ പോലെ തന്നെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ടൈഗർ കേവ്, 1 മണിക്കൂർ നേരം കാട്ടിലെ ആദിവാസികളുടെ ഊരിനടുത്തുകൂടെയുള്ള ഒരു ഭീകരമായ ട്രക്കിങ്, കാട്ടിൽ പൊതുജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരാദ്യമായി നിർമ്മിച്ച ജലവൈദ്യുത പദ്ധതി, ആനകുളത്ത് എന്തുകൊണ്ട് ആനകൾ ഒരു സ്ഥലത്തു നിന്ന് മാത്രം വെള്ളം കുടിക്കുന്നു എന്ന് എല്ലാം തന്നെ ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അല്പം നീളമുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുകയാണല്ലേ. ഇന്നത്തെ ട്രിപ്പ് ഫുള്ളായിട്ട് പോയിട്ട് നമ്മളൊരു ജീപ്പാണ് ഇവിടുന്ന് വാടക എടുത്തിട്ടുള്ളത്. അതിൻ്റെ പേരാണ് സെൻറ്റ് പുണ്യാളൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സാരഥി. എന്താണ് പേരെന്താണ്? ജിനീഷ്. അപ്പോൾ ജിനീഷാണ് നമ്മളിന്ന് ഫുള്ളായിട്ട് ഇവിടെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് ജിനീഷിനെ കൂടി ആദ്യം വിരിപ്പാറ അല്ലേ, പിന്നെ വേറെ പേരും പറഞ്ഞാൽ കൈനഗിരി എന്ന് കൂടി ഒരു പേരുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ജിനീഷിനോട് വന്നിട്ട് മൊത്തത്തിലെല്ലാം സെറ്റ് ചെയ്യാം. ഓക്കെ, പോലെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ വിരിപ്പാറ വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതെ വണ്ടികളൊക്കെ നമ്മുടെ സഞ്ചാരികളെ കൊണ്ടുവന്നിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് വേണം അവിടെ കയറാനായിട്ട്. നമ്മൾ വൈഡായിട്ടുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതാണ് വാട്ടർഫോൾസിൻ്റെ വൈഡായിട്ടുള്ളൊരു കാഴ്ച. അപ്പോൾ നമ്മളോടൊപ്പം നമ്മുടെ ജിനീഷ് അല്ലേ, ജിനീഷ് ഉണ്ട്, നമ്മുടെ ഡ്രൈവർ. അപ്പോൾ ആ ഡ്രൈവറിനെക്കുറിച്ച് 1-2 കാര്യങ്ങൾ നമ്മളെന്നെ പറഞ്ഞു തരുന്നതാണ്. ജിനീഷ്, ഇത് ഇത്ര ഉള്ള ശരിക്കും എൻ്റെ വാട്ടർഫോൾസ് എന്ന് പറഞ്ഞാൽ? ഇത് കുറച്ചുകൂടെ അടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇത് വൈഡായിട്ടുള്ള കാഴ്ചയാണ് അല്ലേ? ഇത് വൈഡായിട്ടുള്ള കാഴ്ചയാണ്. നല്ല മഴക്കാലത്ത് ഈ കാണുന്ന കെട്ടിന്റെ മേളിൽ കൂടെ താഴേക്ക്, അതായത് ഈ അണറ മുകളിൽ കൂടി വെള്ളം വീഴും, ഇപ്പുറത്തേക്ക് വെള്ളം കവർ. അപ്പോൾ ഇവിടേക്കും വെള്ളം തന്നെ അല്ലേ? ആ സമയത്ത് നമുക്ക് ഇവിടെ അലൗഡ് അല്ല. ശരി. അപ്പോൾ ആ സമയത്ത് ഈ നിൽക്കുന്ന ആൾക്കാരുടെ കാര്യത്തില്ല വെള്ളം വരിക. ഇപ്പൊ ഈ താഴെ കൂടെ പോകുന്ന ആൾക്കാർക്ക് ആ സമയത്ത് ഇവിടെ വരാൻ പറ്റില്ല. അത്രയും വെള്ളം ആയിരിക്കും ഇവിടെ നിന്നിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോഴാണ് ആൾക്കാർക്ക് അങ്ങോട്ട് കയറി ഉല്ലസിക്കാൻ പറ്റുക അല്ലേ? അത് മാത്രമല്ല, ഇത് 2 വർഷങ്ങൾക്ക് മുമ്പ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ചെയ്തൊരു ചെക്ക് ഡാമാണിത്. അതെയോ? അതെ. ഇപ്പോൾ അത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്തിട്ട് എക്കോ ടൂറിസം വഴി ടിക്കറ്റ് കൊടുത്ത് ഇവിടെ ടൂറിസം വികസിക്കാൻ ചെയ്തേക്കുന്ന പരിപാടിയാണല്ലേ? അപ്പോൾ ആ നേരത്തെ ഇപ്പം ഈ ദായി കാണുന്നില്ലേ, ആ ഗ്രീൻ ഇതില്ലേ, ആ ബോർഡർ കാണുന്നില്ലേ, അവിടെയൊക്കെ വെള്ളം വരുന്നതാണല്ലേ? അതെ. ഇപ്പൊ ആളുകൾ ഇറങ്ങി വരുന്ന വഴി കൂടെ എല്ലാം ഫുള്ളായിട്ട് വെള്ളം വരുന്നല്ലേ? ആ പാറ കാണണം മുഴുവൻ നിറഞ്ഞ വെള്ളം വരും. ശരിക്കും പറഞ്ഞാൽ എപ്പോഴാണ് ഇത് കാണാൻ മനോഹരമായിട്ടിരിക്കാൻ? പഴയ സമയത്തായിരിക്കുള്ളൂ. മൺസൂണാണ്, അതായത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. അപ്പോൾ നിറയെ വെള്ളം നിറച്ച് വെള്ളം വന്നേക്കും അല്ലേ? പിന്നെ ഇതിനിപ്പുറത്തായിട്ട് ആ ഭാഗത്തായിട്ടൊരു ടണലുണ്ട്. ടണലിലൂടെയാണ് അപ്പുറത്തേക്ക് വെള്ളം വരുന്നത്. അതായത് നമ്മളിപ്പം ജീപ്പിൽ കയറിയില്ലേ, ആ ഭാഗത്തിന് തൊട്ടപ്പുറത്തായിട്ട് വരും ഈ ടണൽ. ഈ മലയുടെ അടിയിൽ കൂടെ തുറന്നിട്ടാണ് ടണൽ പോകുന്നല്ലേ? ഈ മലയുടെ അടിയിൽ തുറന്ന് അപ്പുറത്തേക്ക് പോകുന്നു, അടിയിലോട്ട് പോകും അല്ലേ? അടിയിൽ കൂടെ പോയി അപ്പുറത്തെ സൈഡിലേക്ക് നീടും. അതിനകത്താണ് കാർഷിക ആവശ്യം നിങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കണം. അത് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആണ്. ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആണല്ലേ? ഞങ്ങളുടെ അകത്തോട്ട് കയറാം. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ്. അതായത് 5 വയസ്സിന് താഴെയുള്ള ആൾക്ക് ടിക്കറ്റ് വേണ്ട, ബാക്കിയുള്ള എല്ലാവർക്കും 50 രൂപ വെച്ച് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അകത്തോട്ടാണ് കയറാൻ വേണ്ടി പോകണം. ഓക്കെ. ഇപ്പോൾ വാട്ടർഫോൾസിന് അവിടെ നിന്ന് മാത്രമാണ് ഇത്തിരി വെള്ളം വരണത്. അതിപ്പോൾ 2 ദിവസം മഴ പെയ്തതിൻ്റെ പേരിലാണ്. നല്ല വേനലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒട്ടും കുറച്ച് വെള്ളം ഉണ്ടായിരുന്നാണ് പറഞ്ഞത്. അപ്പോൾ മഴ പെയ്തതിൻ്റെ പേരിൽ വെള്ളം കുറച്ചുകൂടി കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ നമ്മളിന്ന് ഇറങ്ങിയാണ്, മഴ പൊടിയുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇറങ്ങിയാണ്. നമ്മൾ കുളിച്ചൊന്നുമില്ല, കാരണം ഭയങ്കര റഷാണ്. അതിൻ്റെ പേരിൽ നമ്മൾ വേഗം തന്നെ പോകാൻ നോക്കണം, അടുത്ത സ്പോട്ട് പിടിക്കാൻ നോക്കണം. ഒരാഴ്ചയായിട്ട് ഇവിടെ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ആണ് കൂടുതലായിട്ട് വെള്ളം എന്നാണ് ഇവിടെ ഗൈഡൊക്കെ പറഞ്ഞത്. അല്ലാണ്ട് തന്നെ നോർമലി എല്ലാ സമയത്തും ഇപ്പം കടുത്ത വേനല്ല ചെറിയ തരത്തിലൂടെ വെള്ളം ഉണ്ടാകുമെന്നാണ് അവർ അഭിപ്രായപ്പെട്ടത്. അപ്പോൾ ഓക്കെ, അടുത്ത സ്ഥലത്തേക്കോ വാ. ജിനേഷേ, ഇതാണ് ഈ എസ്റ്റേറ്റ് വരുന്നത് ലക്ഷ്മിയാ? ലക്ഷ്മി ടീ എസ്റ്റേറ്റ്. ലക്ഷ്മി എന്നല്ലേ? ലക്ഷ്മിയാണ്. ലക്ഷ്മി ലക്ഷ്മി ടീ എസ്റ്റേറ്റ്. അതെ അതെ. പിന്നെ ഇവിടെ നിന്നാണ് മൂന്നാർക്ക് പോകണം നമ്മൾ? ഇവിടുന്ന് മൂന്നാറിലേക്ക് 19.5 കിലോമീറ്റർ ഉള്ളൂ. 19.5 കിലോമീറ്റർ ഉണ്ട് ഇവിടെ. അതെ അതെ. ഇവിടെ നേരെ മൂന്നാർക്ക് റൂട്ട് ഉണ്ടല്ലേ? ഒരൊറ്റ വഴിയാണ്, ഇവിടെ നേരെ മൂന്നാർ വരെ ഒരു വഴിയാണ്. ഒറ്റ വഴിയാണ്. അതെ അതെ. ഇത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പാണ് ഇവിടെ ഉള്ളത്. ഈ ടീ പ്ലാൻ ചെയ്തേക്കുന്നത് ഇവിടെ അത്ര കാണാൻ ഭംഗിയുള്ള രീതിയാണ് ഇവിടെ കാണപ്പെടുന്നത്. അപ്പൊ ഇതിലേ പോകുന്ന നല്ലൊരു ആംബിയൻസ് ആണ് അല്ലേ? മൊത്തം ടീ എസ്റ്റേറ്റ് ആയിരിക്കും അല്ലേ? മൊത്തം ടീ എസ്റ്റേറ്റ്. ഇടയ്ക്കൊരു 3 കിലോമീറ്ററോളം മാത്രമാണ് ഇച്ചിരി ഏലത്തോട്ടൊക്കെയാണ് ഉള്ളത്. ബാക്കി മുഴുവൻ ടീ എസ്റ്റേറ്റ് ആണ്. അപ്പൊ ഇതിന്റെ റോഡൊക്കെ എങ്ങനെ ഇരിക്കുന്നത്? റോഡ് കുറച്ച് മോശമാണ്, അതായത് മൊത്തത്തിലൊരു 1/2 കിലോമീറ്ററോളം മോശമാണ്. ഇപ്പൊ നമുക്ക് മുമ്പോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ 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 ഓക്കെ. ഇവിടെ കുറച്ച് ഹെവി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇത് 1/2 കിലോമീറ്റർ ഉള്ള ഇത്രയും റോഡ് മോശമുള്ളത്? മൊത്തത്തിലൊരു 1/2 കിലോമീറ്റർ പോകുള്ളൂ ഈ മോശം റോഡ്. മോശം റോഡാണ്. അപ്പൊ സാധാരണക്കാരൊക്കെ പോകലോ അല്ലേ? എല്ലാ വീട്ടിലും വരുന്നത് ഇപ്പൊ കാണാനോ? എല്ലാ വണ്ടികളും വരുന്നതാണ്. KSRTCയുടെ ജംഗിൾ സവാരി മൂന്നാറിലേക്ക് എത്തുന്നത്. KSRTCയുടെ ജംഗിൾ സവാരി ഈ റൂട്ടാണോ പോകുന്നത്? ഈ റൂട്ടിലാണ്. അതായത് ഈ മാമലക്കണ്ടം മറ്റേ ഈ റൂട്ടാണല്ലേ? ഈ റൂട്ടിലാണ് വൈകുന്നേരം തിരിച്ചു പോകുന്നത്. മൂന്നാറത്തേക്ക് തിരിച്ച് അതുകൊണ്ട് ഈ റൂട്ടാണല്ലേ? ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു പ്ലാൻ ചെയ്തായിരുന്നു KSRTC, പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയില്ല. നമ്മൾ അങ്ങനെ ടൈഗർ കേവിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് കയറാനായിട്ട്. ടൈഗർ കേവിൽ ഒരാൾക്ക് എൻട്രി ഫീസ് 50 രൂപയാണ്. 6 വയസ്സിന് താഴെ കുട്ടികൾക്ക് എൻട്രി ഫീസ് ഇല്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, മുള ഒക്കെ ചേട്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ ഒരു തൂക്കുപാലം വഴിയാണ് നമ്മൾ ടൈഗർ കേവിലോട്ട് പോവുക. ഇവിടെ കല്ലിട്ട് പാകി വെച്ചേക്കാണ്. വെള്ളം പയ്യെ ഇങ്ങനെ ഒഴുകുന്നുണ്ട്, സ്ലിപ്പാവും ചാൻസ് ഉണ്ട്. എന്തായാലും മഴയില്ലാതെ മഴ പ്രതീക്ഷിച്ച് തണുപ്പ് കയറി വന്ന നമ്മൾക്ക് ഇവിടെ എത്തിയപ്പോൾ നല്ല പെരുമഴ. അപ്പോൾ നമ്മുടെ തൂക്കുപാലത്തിലോട്ട് എത്തിക്കുന്ന ഓരോരുത്തർ പയ്യെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോരുത്തർക്കേ വരാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനുള്ള സ്ഥലമില്ല. അപ്പോൾ അവിടെ നിന്ന് ആളുകൾ വന്നു കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാം. തൂക്കുപാലത്തിലോട്ട് നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോക്കുമ്പോൾ നല്ല വ്യൂ ആണ്. താഴേക്ക് കണ്ടോ, ഈ സൈഡും കുറച്ചുകൂടി വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളമായിട്ട് നമുക്ക് കാണാൻ പറ്റും. നല്ല വെള്ളം കൊണ്ട് നല്ല സീനായിരിക്കുള്ളൂ. കൊട വെച്ച് തൂക്കുപാലത്ത് നമുക്ക് കയറാൻ പറ്റില്ല, അതിനെ കുടയൊക്കെ മാറ്റിയാണ് വന്നത്. അപ്പോൾ നമുക്ക് റൈറ്റിൽ പോകണമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിന്ന് റൈറ്റിലോട്ട് പോകണമെന്ന് പറഞ്ഞത്. അപ്പോൾ റൈറ്റിലോട്ട് നമ്മൾ ഒരു കാട്ടിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഭയങ്കര ഡേഞ്ചറസ് വഴിയാണല്ലോ. ചെളിയൊക്കെ ഇറങ്ങുന്നത് ഭയങ്കര വഴിയാണ്. നോക്കിയാൽ സ്ലിപ്പായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നിന്നൊരു 300 മീറ്റർ നടക്കാണ്ടെന്ന് പറഞ്ഞത്. ഇതുപോലെ കാട്ടിലോട്ടുള്ള വഴി കൂടി അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ജീവികളുടെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാവും, പല കാട്ടുജീവികളുടെ, അതൊന്നും ശേഖരിക്കരുത്. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ കാട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പാടില്ലെന്നൊക്കെ പ്രത്യേകമായിട്ട് അവിടെ നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിനോട് എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും വഴി ഭയങ്കര കറക്റ്റ് കാട്ടിലോട്ട് പോകുന്ന രീതിയിലുള്ള സെറ്റപ്പാണ്. സൂക്ഷിച്ചിരുന്നില്ലെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. മഴ പെയ്തപ്പോൾ കൂടുതൽ ചെളിയായി.
എന്തായാലും ഈ കാട്ടിക്കൂടി നടന്നുള്ള വഴി തെറ്റാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം ഒറ്റ വഴിയാണ്, ഒരു വഴി തന്നെ ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഗാർഡുമാരൊക്കെ ഇവിടെ ഉണ്ടാവും നമുക്ക് നിർദ്ദേശം തരാനായിട്ട്. അങ്ങനെ നമ്മൾ ഗുഹയുടെ എൻട്രൻസിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് ഗുഹ എൻട്രൻസ്. അവിടെ ഒരു ആരോ മാർക്കൊക്കെ ഉണ്ട്. വാവ്. എന്തായാലും കോട ഇനി എന്തായാലും ഉപയോഗിക്കാൻ പറ്റില്ല. കോടയൊക്കെ മാറ്റിക്കോ, കോട വെച്ച് കയറാൻ പറ്റില്ല, അത്രയും ചെറിയ ഇതാണ്. കുഞ്ഞാ സൂക്ഷിച്ച്, പയ്യെ 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 കയറ്, പയ്യെ കയറ്, പയ്യെ കയറ്, സ്ലിപ്പായി പോട്ടാ, പയ്യെ. സ്ലിപ്പായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ആ മഞ്ഞുമൽ ബോയ്സിന് എഴുതാം നമുക്ക്. ഇപ്പം നിങ്ങൾക്ക് കയറിപ്പാ, നോക്കി കയറി, നോക്കി കയറേ, ഉള്ളോട്ട് കയറി, നോക്കി കയറേ. ഇതാണ് നമ്മൾ കയറി വന്ന വഴി, ഗുഹയുടെ വഴി. അതേ നമുക്കിത് കാണാൻ പറ്റും. വലിയ പാറകൾ കൊണ്ട് ഈ ഗുഹ ക്രിയേറ്റ് ആയൊക്കെയാണ്. എല്ലാം വലിയ വലിയ പാറയാണ്. നോക്കണേ, ഇങ്ങനെ വാ, ഇങ്ങനെ നോക്കാം. ഇനി അടുത്ത വേറൊരു ചെറിയ കവാടത്തിൽ വീണ്ടും പോകണം. കയറി വാ, നിങ്ങൾ കയറി വാ, കയറി വാ, കയറി വാ. കയറി വരാൻ നല്ല കഷ്ടമുണ്ട്. ചെറിയ ചെറിയ വഴികളിലൂടെ അങ്ങനെ പോകണം. മഴ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം കോട്ട പലയിടത്തും പോയി മുട്ടും, അവിടെ നമുക്ക് പോകാൻ പറ്റില്ല മര്യാദക്ക്. എന്തായാലും കുട്ടേട്ടൻ്റെ കേവ് പോലെയല്ല, കാരണം എല്ലായിടത്തും ഓപ്പണാണ്. അങ്ങനെ കുറച്ച് ഇങ്ങോട്ട് താണ്ടി വന്ന സമയത്ത് സുഭാഷ് വിളിക്കണ്ട, കുറച്ച് താണ്ടി വന്ന സമയത്ത് ഇത് ഇവിടെ ഇങ്ങനെ ബാരിക്കേഡ് വെച്ച്, അതായത് കമ്പൊക്കെ വെച്ചിട്ട് ഇത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പയ്യൊരു ചാട്ടം ചാടണം, സൂക്ഷിച്ച് തന്നെ വീഴും. അയ്യോ നീ ആരെയൊക്കെ കുഞ്ഞൊന്ന് പയ്യെ പയ്യെ ചാട്ടിറങ്ങ്, സൂക്ഷിച്ചിറങ്ങ്. പുറത്തോട് പയ്യെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതാണ് ഇവിടുത്തെ ഗുഹയുടെ ഉണ്ടായിട്ടുള്ള സത്യത്തിൽ. ഇവിടെ വെറുതെ ബാരിക്കേഡ് വെച്ച് മാത്രമേ ഇങ്ങനെ അടുത്തൊരു മൊത്തത്തിൽ ഇങ്ങനെ ബാരിക്കേഡ് അല്ലെങ്കിൽ വീഴാണ്ടിരിക്കാണ്ട് ഇങ്ങോട്ട് ഇതിനുള്ളിലോട്ട് വലിയൊരു ഗർത്തമുണ്ട്. വീഴാണ്ടിരിക്കാൻ വേണ്ടി ബാരിക്കേഡ് വെച്ചതുള്ളൂ. പക്ഷേ ഇതിലൂടെ വഴിയുണ്ട്, ഇതിലേ കൂടി ഒരു എൻട്രൻസ് ഇട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ അതിലേ കൂടെ കയറിപ്പോകണം. അല്ല മതി, ഇതേ കൂടി ഇതിലങ്ങോട്ട് ഇറങ്ങിപ്പോകണം. അല്പം എടങ്ങേറാണ്, ഭയങ്കര ഇതാണ്. ഞാൻ അച്ഛൻ വീഡിയോ എടുക്കുമ്പോൾ വന്നാൽ മതി, ഒരു കല്ല് വരെ എടങ്ങേറാണ്, ഭയങ്കര കല്ലുകൾ ഭയങ്കര പ്രശ്നം. നല്ല ആഴമുണ്ട്. അവിടെ നല്ല കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും. പിള്ളേരുടെ ഇത്രയും മുകളിലാണ് അവർ നിൽക്കുന്നത്. കണ്ട പിള്ളേർ പയ്യേനെ ഇറങ്ങി വന്നിട്ട് കണ്ട. സൂക്ഷിച്ചിറങ്ങ, ചെല്ലി പോലെ. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് കയറി നോക്കാം. ഉള്ളിലോട്ട് ഇഷ്ടം പോലെ വഴികളാണ്. ഇനി അടുത്തത് ഇടങ്ങേറാണ് അങ്ങോട്ട് പോണത്. ഇനി അടുത്ത അരുവിയിലോട്ടാണ് പോക്ക്, പുഴയിലോട്ടാണ് പോക്ക്. നമുക്ക് എന്തായാലും ഇതും കൂടിയും പിടിച്ച് കുറച്ച് പുഴയിലോട്ട് പോയി നോക്കാം. അയ്യോ വീഴും വീഴും വീഴും. യെസ്, വേണ്ട, നിങ്ങൾ വരണ്ട, ഡേഞ്ചറസാണ്, വരണ്ട. ഇത് ഇവിടെ നിങ്ങൾ വരാൻ കുറച്ച് ഡേഞ്ചറസാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ പിള്ളേരോടെ നിൽക്കട്ടെ ചെയ്യണ്ട. ഗുഹ ഇതിൻ്റെ ഉള്ളിൽ പയ്യാണ് കയറി നോക്കാം. ഇവിടെ കുറച്ച് മണ്ണൊക്കെ ഉണ്ട്. ഇത് പുഴയാണ്. മഴ നന്നായിട്ടുണ്ടാവുന്ന സമയത്ത് ഇതിലേക്കൂടി വെള്ളം ഒഴുകി പോണ അരുവിയാണത്. ഇപ്പം മഴയില്ലാത്തതിൻ്റെ പേരിൽ ഇതിങ്ങനെ കിടക്കുന്നുണ്ട്. ഇത് സാധാരണ നമ്മുടെ അവിടെയൊക്കെ വെള്ളച്ചാട്ടത്തിലേക്ക് കാണുന്ന പോലുള്ള ഒരു ഇതേ ഇവിടെ ഇങ്ങനെ
ഇതിലേക്ക് വെള്ളം ഒഴിപ്പം കറക്റ്റ് പുഴ. ഇനി അങ്ങോട്ട് പോകാനായിട്ട് വേറെ ഗുഹ ആയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ തിരിച്ചു തന്നെ കൊണ്ടുവരും. ഇത് അരുവിയാണ്. മഴക്കാലം വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങോട്ട് വെള്ളം കുറച്ച് വന്നാൽ നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ തിരിച്ചങ്ങോട്ട് പോവുകയാണ്. എന്തായാലും ടൈഗർ കേവ് അടിപൊളിയാണ്, സെറ്റപ്പാണ്. മഞ്ഞുമ്പൽ ബോയ്സിൻ്റെ ഒരു ഫീലിങ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ പല പല ഇടയിലുള്ള ഭയങ്കര ഡേഞ്ചേഴ്സ് ഉള്ള ഗുഹകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. കണ്ട ഇവിടെ ചെല്ലുന്ന സമയത്ത് നമുക്ക് ചെറിയ ഇടങ്ങേറുള്ള ഗുഹ കാണാൻ പറ്റും. പക്ഷേ നമുക്ക് ഇറങ്ങാൻ പറ്റും. കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിൽ ഉള്ളിലേക്ക് ഇറങ്ങാം. അവിടെ ഇറങ്ങിയ കാൽപ്പാടും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷെ അത് ഈ മഴ സമയത്ത് ഇറങ്ങാണ്ടിരിക്കാൻ നല്ല സ്കിപ്പാകും. തിരിച്ച് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിക്കോളൂ. പിന്നെ നേരത്തെ മഞ്ഞുമൽ ബോയ്സ് പോലെ തന്നെ കപ്പിയും കയറൊക്കെ ചിലപ്പോൾ അപ്പം അതിൻ്റെ പേരിൽ അതേപോലെ ഇവിടെയും മഴയാണ്. അതെ മഞ്ഞുമൽ ബോയ്സിൽ മഴയാണ് പോലെ ഇവിടെയും മഴ പെയ്തിട്ടുണ്ട്. മഴ പെയ്ത് കൂട്ടേട്ടാ അല്ലേ? അപ്പോൾ ഒരാളെ നമ്മളെ കാത്തത് മുകളിൽ നിൽക്കുന്നുണ്ട്. ഇറങ്ങി പോലെ കുറച്ച് മുഷ്കിലാണ്. അതേപോലെ പിള്ളേരോട് അർമാദിക്കണ്ട അവിടെ. ഈ സ്ഥലത്തിന് ആ ടൈഗർ കേവ് എന്ന് വിളിക്കാനുള്ള കാരണം ഇവിടെ പണ്ട് ടൈഗർ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. പക്ഷെ ഇപ്പം ടൈഗർ ഉണ്ടെന്ന് ഉറപ്പില്ല എന്ന് പറഞ്ഞു. നമ്മൾ അടുത്ത സ്ഥലത്ത് വന്നേക്കുന്നത് 33 വാട്ടർഫോൾസാണ്. അപ്പോൾ 33 വാട്ടർഫോൾസിന് മുകളിലേക്ക് തട്ടുകളുണ്ട്. എന്നാൽ അത് സൂം ചെയ്ത് കാണിച്ചു തരാം. അവിടെ തട്ടുകളായിട്ടാണ് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടംപോലെ ഒരു കുളിക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ മുകളിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ പോവാം. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ മുകളിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഗൈഡ് ആൻഡ് ഡ്രൈവർ നമ്മുടെ ഒപ്പം കയറി വരുന്നുണ്ട്. പിള്ളേരൊക്കെ അവിടെ നിന്ന് അവർ വെള്ളത്തിൽ കളിക്കാറുണ്ട്. ഇത്രയും വെള്ളത്തിൽ കളിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത്തിരി ഹെവി ആയിട്ടുള്ള വഴി കൂടി നമുക്ക് കയറി പോകാനായിട്ട് സൂക്ഷിച്ചാണെന്നുണ്ടെങ്കിൽ താഴത്തോടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മഴ പെയ്തതിൻ്റെ വലിയ കുറച്ച് പായലും ഒക്കെ ആയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് 33 എന്ന പേരുള്ള കാര്യം എന്തായിരുന്നു ഇതിന്? ഇത് 33 ഫാമിലി ഇവിടെ താമസിക്കുന്നു. എന്താണ്? ഒരു 33 ഫാമിലി ഇവിടെ താമസിച്ചിരുന്നു എന്നാണ് പറയുന്നത്. താമസിച്ചാണ് പറഞ്ഞത്. അതെ അതെ. ആ അത് 33 ഫാമിലി വെറുതെ 33 ഫാമിലി എന്താണത്? അല്ല, അത് നേരത്തെ വിമുക്ത ഭടന്മാർക്ക് ഭൂമി പതിച്ച് നൽകിയപ്പോൾ ഒരു 33 പേർക്ക് ഇവിടെ കൊടുത്തിട്ട് ഭൂമി പതിച്ച് നൽകിയതാണ് ഗവൺമെൻറ് എന്നാണ് പറയുന്നത്. ഓ അങ്ങനെയാണോ? അതായത് വിമുക്ത ഭടന്മാർക്ക് 33 പേർക്ക് ഭൂമി പതിച്ച് നൽകി. അതെ അതെ. അപ്പോൾ ഈ മലമുകളിലായിട്ട് അതെ. അപ്പോൾ അങ്ങനെയാണോ ഇതിന് 33 എന്നുള്ള പേര് വന്നത്? 33 വാട്ടർഫോൾസ് എന്നുള്ള പേര് വന്നത്. ഈ 33 പേർക്ക് പതിച്ചു കൊടുത്തത് എന്നാണെന്നുള്ള ഉണ്ടോ? അധികം നാളായപ്പാ? ഏതാ പണ്ടാണോ അത്? പണ്ടാണ്. 86-ലൊക്കെ ആണ്ടാണ്. എത്ര? 86-ലോ? അപ്പോൾ അവരിപ്പോൾ ഉണ്ട് കേട്ടോ ഇവിടെ? ഇല്ല, ഭടന്മാരൊന്നുമില്ല. അവരൊന്നും വന്ന് താമസിച്ചിട്ടില്ല. അതെയോ? ഇവിടെ ഇങ്ങനെ മലമുകളിൽ നിന്ന് തട്ടായിട്ട് വളരെ മനോഹരമായിട്ടാണ് ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ രൂപാന്തരപ്പെട്ട് വന്നേക്കുന്നത്. അവിടെ നിന്ന് മുകളിൽ നിന്ന് വെള്ളം ഒഴുകിയിട്ട് ഇവിടെ ഒരു തടാകം പോലെ നിൽക്കുകയും ഇവിടെ നിന്ന് കുറച്ച് വെള്ളം കെട്ടിക്കിടക്കുകയും ഇവിടെ നിന്ന് ആൾക്കാർ കുളിക്കണമൊക്കെ ഉണ്ട്. നേരത്തെ താഴിലോട്ടാണ് വെള്ളം നേരെ പോണത്. അവിടെ പിള്ളേരൊക്കെ ഒന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ നേരെ അവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ തട്ടായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണത്. എന്തായാലും കുറച്ചും കൂടിയൊക്കെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാൾ മനോഹരമായിരിക്കും തോന്നുന്നു. ഇപ്പം തന്നെ അത് മനോഹരം തന്നെയാണ്, ഒന്നും പറയാനില്ല. കാടിൻ്റെ വശ്യ മനോഹാരിത കൂടിയായിട്ടൊക്കെ വളരെ മനോഹരമായൊരു സംഭവം തന്നെയാണ്. ജൂൺ ജൂലൈയിലൊന്നും ഇവിടെ ഇറങ്ങാൻ പോലും പറ്റില്ല. ജൂൺ ജൂലൈയിലൂടെ ഇറങ്ങാൻ പറ്റില്ല. ഓ, അത്രയ്ക്ക് വെള്ളം ഉണ്ടാവുന്ന പറഞ്ഞത്. ജൂൺ ജൂലൈ ഇറങ്ങാൻ പറ്റില്ല. ആ സൈഡിലായിരിക്കും. ഏത്? ഈ സൈഡിലോ? ആ സൈഡിലായിരിക്കും വെള്ളം. ഈ സൈഡിൽ
ആയിരിക്കും ആ സമയത്ത് വെള്ളം ഉണ്ടാവുന്നത്. നമ്മൾ ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന സ്ഥലം അവിടെ ആയിരിക്കും, ഈ ഭാഗത്തായിരിക്കും അല്ലേ? ഈ ഭാഗത്തായിരിക്കും ഇറങ്ങി കുളിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് വെള്ളം നിറഞ്ഞേക്കും അല്ലേ? ആ, എന്തായാലും സംഭവം കൊള്ളാം. 33 വാട്ടർഫോൾസ് അടിപൊളിയാണ്, അതിമനോഹരമാണ്. അപ്പോൾ നമ്മൾ അവിടെ തൊട്ട് താഴേന്ന് മുകളിലോട്ട് ഏറ്റവും ഹൈറ്റ്സിലോട്ട് എത്തിയിട്ടുണ്ട്. കുറച്ച് കഷ്ടപ്പെട്ടൊക്കെ അതിനുള്ളിൽ എത്തിയണ്ട. ഈ കൽപ്പട കയറി കല്ലൊക്കെ കയറി ഇത്തിരി ഡേഞ്ചറസാണ് പായലൊക്കെ പിടിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട്. ഏറ്റവും മുകളിലെ കാഴ്ച കണ്ടതിനേക്കാളും അതിമനോഹരമാണ്. ഉണ്ടോ? ഏറ്റവും ഹൈറ്റിൽ നിന്ന് ഇവിടെ വെള്ളം വീഴുന്നു. ഇവിടെ താഴെ ജസ്റ്റ് ഒരു കുഴിയുണ്ട്. ഇവിടെ ഒരു കുഴിയായിട്ടാണ് രൂപാന്തരപ്പെട്ടത്. ആ കുഴിയിൽ വെള്ളം വീഴുന്നു. ആ വെള്ളത്തിൽ നിന്ന് കവർ ചെയ്ത് വെള്ളം പയ്യെ ഒഴുകിങ്ങനെ താഴേക്കാണ് പോകുന്നത്. മുകളിലേക്ക് കയറുന്നപ്പോഴാണ് അതിൻ്റെ ഒരു മനോഹാരിത നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവണത്. നമ്മുടെ അടുത്ത വ്യൂ പോയിൻ്റാണ് 6-ാം മൈൽ തൂക്കുപാലം. ആണോ, ഇതൊരു പുതിയ പാലമാണ്. പഴയതോരുണ്ടായിരുന്നു, അത് ഫ്ലഡ് സമയത്ത് ഒലിച്ചു പോയി എന്നാണ് പറയുന്നത്. മനോഹരമാണ് ഇവിടുത്തെ കാഴ്ച. അടിയിൽ നമ്മുടെ അരുവിയുണ്ട്. അവിടെ ആൾക്കാരൊക്കെ എന്ത് കുളിക്കുന്നുണ്ട്, എല്ലാവരും ഉല്ലസിക്കുന്നുണ്ട്. ഈ തൂക്കുപാലം എന്ന് പറഞ്ഞാൽ ഈ ദേശത്തു നിന്നും അപ്പുറത്തെ കരയിലോട്ട് ആൾക്കാർക്ക് പോകാൻ വേണ്ടി ഉണ്ടാക്കിയ തൂക്കുപാലമാണ്. ഇതൊരു വിനോദസഞ്ചാരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയ തൂക്കുപാലമല്ല. പക്ഷെ അതിപ്പോൾ വിനോദസഞ്ചാരികൾ ഉപയോഗിക്കുന്നു മാത്രമേ ഉള്ളൂ എന്നുള്ളത്. ഇതിനിവിടെ കയറാണ്ട് പ്രത്യേകിച്ച് ടിക്കറ്റോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് തൂക്കുപാലത്തിലോട്ടൊന്ന് കയറാം. അവിടെ നിന്നുള്ള വ്യൂ ഒന്ന് കാണാം. പുതിയതായിട്ട് ഇതാക്കിയതിൻ്റെ പേരിലാണ് ഇത്രയും ഭംഗിയിൽ ഈ തൂക്കുപാലം ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇതാണ് ഇവിടെ താഴേന്ന് മുകളിൽ താഴേക്കുള്ള കാഴ്ച. ഇപ്പുറത്തെ കരയിൽ അധികം ആൾക്കാർ കുളിക്കുന്നില്ല. കാരണം ഇപ്പുറത്തെ കര ഇറങ്ങാനുള്ള ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഇപ്പുറത്തെ കരയിൽ ആൾക്കാർ കുളിക്കുന്നില്ല. കുറച്ചുകൂടി വെള്ളമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഇതിനേക്കാൾ കളകളാരാവത്തോടുകൂടി പുഴ നല്ല പാട്ടുപാടി ഒഴിക്കാൻ. ഇതാണ് പെരുമ്പങ്കുത്ത് റിവർ ക്രോസ്. നമ്മുടെ അടുത്ത പോയിൻ്റാണ് പെരുമ്പങ്കുത്ത് റിവർ ക്രോസ്. ഇതിലേക്കൂടി ജീപ്പ് ഈ പുഴ അങ്ങോട്ട് അടിച്ച് കലക്കാണ്ട് ക്രോസ് ചെയ്യും. അതാണ് നമ്മുടെ അടുത്ത പോയിൻ്റ്. അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ നിന്ന് വരുന്നുണ്ട്. അടിപൊളിയായിട്ട് നമ്മുടെ വണ്ടി ക്രോസ് ചെയ്ത് പോയി. പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയായി, എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത് കണ്ട. അത് നല്ലൊരു അനുഭവം വരും. എന്തായാലും ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരിങ്ങനെ അതായത് കാണാൻ വേണ്ടിയും അടുത്ത ആൾക്കാരൊക്കെ കുറേ വന്നിട്ടുണ്ട്. അവിടെ ഒരു ചങ്ങാടമൊക്കെ ഉണ്ട്. കുറേ പേര് കുളിക്കുന്നുണ്ട് അവിടെ. വെള്ളം ഒഴുകി നേരെ ഇങ്ങനെ അരുവിയിലോട്ട് ഇങ്ങനെ പോവുകയാണ്. പൊളിയാണ്. എന്തായാലും ഈ ഒരു കാഴ്ച കണ്ടോടി ഈ യാത്രയുടെ ഫുൾ പവർ ഇവിടെ തന്നെ കിട്ടിയാണെന്ന് തോന്നുന്നത്, ഫീൽ ചെയ്യണത്. നമ്മിനി അടുത്ത പോകണത് 1800-കളിൽ ബ്രിട്ടീഷുകാർ പണിത ഒരു കേഡർ ബ്രിഡ്ജ്. ഇല്ലിക്കാടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോവുകയാണ്. ഇതൊരു പഴയൊരു പാലം. ഞാൻ ഇപ്പുറന്നിട്ട് കാണിച്ചുതരാം. ആടാ, പഴയ പാലമാണ്. അതിൻ്റെ അപ്പുറം തന്നെ പുതിയ പാലം പണിതിട്ടുണ്ട്. ഇതാണ് കേഡർ ബ്രിഡ്ജ്, ബ്രിട്ടീഷുകാർ പണിതത്.
കേഡർ ബ്രിഡ്ജ് ആയിട്ട് നമ്മൾ അടുത്ത കാണാൻ വേണ്ടി പോണു പെരുമ്പങ്കുത്ത് വെള്ളച്ചാട്ടം. എന്താ കുറച്ച് നടക്കണം, ഒരു 10-25 മീറ്റർ നടക്കണം. വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാണ്ട് സ്റ്റെപ്പ് ഇറങ്ങിയാട് പോകണങ്ങാട്. വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാൻ പറ്റുമോ വേണ്ട അറിയില്ല. അവിടുന്ന് വ്യൂ പോയിൻ്റാണ് ഉള്ളത്. അപ്പോൾ കൊള്ളാം, സംഭവം അടിപൊളിയാണ്. നല്ല ഇങ്ങനെയാണെന്ന് തന്നെ എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാൻ പറ്റുമെന്നുള്ള അറിയില്ല. ഇല്ല, നമുക്കിവിടെ ഇറങ്ങാനുള്ള വേറെ ഗ്യാപ്പൊന്നുമില്ല കേട്ടോ. ഇവിടെ വഴിയൊക്കെ ക്ലോസ് ആയിട്ടൊക്കെയാണ്. ഇവിടെ നന്നായിട്ട് വ്യൂ പോയിൻ്റാണുള്ളത് കാണാനുള്ളത്. സൂക്ഷിച്ചിടയ്ക്ക് തന്നെ മഴയുടെ പേരിൽ തെന്നാൻ ചാൻസ് ഉണ്ട്. ടൈലിട്ടൊക്കെയാണ്. ഇതാണ് മക്കളെ പെരുമ്പങ്കുത്ത് വെള്ളച്ചാട്ടം. വാവ്, അടിപൊളിയാണ്. ഒരു നല്ലൊരു വ്യൂ പോയിൻ്റാണ്. ഒരു നല്ല സ്ഥലത്താണ് ഈ വ്യൂ ചെയ്യാനുള്ള സംഭവം കൊണ്ട് സെറ്റ് ചെയ്തേക്കുന്നത്. എന്തായാലും വെള്ളത്തിലോട്ടൊക്കെ ഇറങ്ങി അപകടമൊന്നും ഉണ്ടാവില്ല. അത് വളരെ ഭംഗിയായിട്ട് നമുക്ക് കാണാനും പറ്റും. പിള്ളേരോട്ടൊക്കെ സുരക്ഷിതമായിട്ട് വരാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ അടിയിലെ ടൈലൊന്ന് വെള്ളം ഉണ്ടെങ്കിൽ തന്നെ സൂക്ഷിച്ചാൽ മാത്രം മതി. പെരുമ്പങ്കുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലോട്ടുള്ള വ്യൂ ആണ് നമ്മളിപ്പോൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അടിയിലോട്ട് വെള്ളം നന്നായിട്ട് ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. എന്നാലും കൊള്ളാം, അത്യാവശ്യം കാണുന്നുണ്ട്. കോട നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയിൽ കോടയും കൂടി ഇങ്ങനെ ഇതിനെ വളരെ മനോഹരമാക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കോഴികള ട്രൈബൽ ജില്ലയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫോറസ്റ്റ് ഏരിയയാണ്. ഇവിടെ നമ്മുടെ ജീപ്പ് ഡ്രൈവർ പറഞ്ഞത് ആനയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. കുത്തനുള്ള റോഡുകളാണ്. റോഡ് മൊത്തത്തിൽ ടെററാണ്. ഒരു കോൺക്രീറ്റ് റോഡ് മാത്രമായിട്ടാണ് ഉള്ളത്. അവിടെയൊക്കെ മൊത്തം കോടിറങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ സൺസെറ്റ് ആവാനായിട്ടുണ്ട്. സമയം വൈകിട്ട് 5 മണിയാകാൻ പോണു. ഈ സൈഡിൽ കാണുന്നത് ആദിവാസികൾ കുരുമുളക് കൃഷിയാണ് കാണുന്നത്. ഇവിടെ കണ്ടാ പള്ളിപ്പടപ്പാട്ടയാണ്, കുരുമുളക് കൃഷിയാണ്. അടുത്ത വണ്ടി സൈഡ് എടുക്കാൻ നേരത്ത് ഒട്ടും ഗ്യാപ്പില്ല. ആകെ ഒരു ജീപ്പിനുള്ള മാത്രം സൈഡ് റോഡുള്ളൂ. അപ്പോൾ മറ്റൊരു ജീപ്പിന് സൈഡ് സമയത്ത് നമ്മുടെ ജീപ്പ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി, കോൺക്രീറ്റ് റോഡിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ മൊത്തത്തിലൊന്ന് പൊതഞ്ഞിറക്കിയാണ്. റിവേഴ്സൊക്കെ നോക്കിയാൽ അവിടെ ഒരു കല്ലും അത് പുള്ളി കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ പേടിച്ചു പോയി തന്നെ. കാര്യം ഒരു ഭീകര വരുന്ന അന്തരീക്ഷം. ഇവിടെ പണ്ടുണ്ടായ വീടുകളാണ് ഇതുപോലത്തെ വരുന്നതാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പണ്ടത്തെ ഒരു ടൈപ്പ് വീടാണ് ഈ കാണുന്നത്. ഇത് മൊത്തം ആദിവാസികളുടെ ഏരിയ ആണല്ലേ. ഇവിടെ കൃഷിയാണ് ഇവരുടെ വരുമാനം. കാപ്പി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. ജാതിയുണ്ട്, കൊക്കുണ്ട്. ഇവിടെ ഇത് ഫോറസ്റ്റ് ഏരിയയാണ്. നമുക്കിവിടെ ഇറങ്ങാനുള്ള യാതൊരു പെർമിഷനൊന്നുമില്ല. നമ്മുടെ കോൺക്രീറ്റ് വഴി കഴിഞ്ഞ് ഇനി മൊത്തം ഓഫ് റോഡാണ്. അപ്പോൾ ഡ്രൈവർ നന്നായിട്ട് പിടിച്ചിരിക്കുമെന്ന് പറഞ്ഞേക്കണത്. കാരണം വണ്ടി നല്ല കുലുക്കമുണ്ട്. പക്ഷേ നമ്മുടെ ഗിംബലിൻ്റെ എഫക്റ്റ് കൊണ്ട് നമുക്ക് കുലുക്കൊന്നും അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ.
നമ്മുടെ വണ്ടി ഓഫ് റോഡ് കയറി ഇറങ്ങി തിരിഞ്ഞ് വരണം. ഭയങ്കര ഹെവി ആയിട്ടുള്ള കയറ്റമാണ്. ഇനിയും ഭയങ്കര കല്ലും കുന്നൊക്കെയാണ് മൊത്തത്തിലുള്ളത്. നമ്മൾ വരുന്ന വഴി കുറേ ആന ഇടിച്ചിട്ടേക്കണ കുറേ സംഭവങ്ങളൊക്കെ കണ്ട്, ഈറ്റിട്ടേണ് കണ്ട്, പലതും കണ്ട്. അത് നമ്മളെ വീഡിയോ എടുത്തിട്ടുണ്ടായില്ല. പക്ഷേ അതായത് ഇപ്പം ഇപ്പം തന്നെ, അതായത് ഈ അടുത്ത് തന്നെയായിട്ട് ആന ചവിട്ടിക്കയറി ഇതാണ് കാണുന്നത്. കണ്ട അതിലോട്ട് നമുക്ക് കാണാൻ പറ്റും. ആന ചവിട്ടിക്കയറി പോയ ആനൻ്റെ കാൽപ്പടമാണ് കാണുന്നത്. ഇത് ആന പൊളിച്ചിട്ടേക്കണ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ട്രക്കിംഗ് കൗണ്ടറാണ്. അതിൻ്റെ താഴെയായിട്ടൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കണ ഒരു ട്രക്കിംഗ് ടീമിന് ടിക്കറ്റ് കൗണ്ടറായിട്ട് വെച്ചിരുന്നൊരു കൗണ്ടർ സെക്ഷനാണത്. പക്ഷേ ഇത് ആന പൊളിച്ച് കളഞ്ഞ് ഇതവിടെ ഇരിക്കാനുള്ളൊരു സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇതിൻ്റെ താഴെ പോയാലാണ് ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്നാണ് പറയണത്. വളരെ ദൂരം നമുക്ക് കാണാൻ പറ്റും. എവിടെ വേറെ സ്ഥലത്ത് നിന്ന് പറഞ്ഞിരുന്ന വെള്ളച്ചാട്ടം കാണാൻ പറ്റും. നമുക്ക് ഈ പോകുന്ന വഴിക്ക് ആ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രക്കിങ്ങിന് പോയിട്ട് കാണാൻ പറ്റുന്ന വെള്ളച്ചാട്ടം. ഇത് ഇവിടെ നിന്ന് അങ്ങനെ കാണാൻ പറ്റും. ഇതിൻ്റെ പേര് 1-ാം ബ്ലോക്ക് വാട്ടർഫോൾസ് എന്നാണ് പറയണത്. കണ്ടോ, ഇവിടെ നിന്നൊരു നേരിയൊരു ഇതുപോലെ കാണാൻ പറ്റും. കാടിനുള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ മഴക്കാലത്ത് നല്ല മഴക്കാലത്ത് നിറച്ച് വെള്ളം ഉണ്ടാവുമെന്ന് പറഞ്ഞത് നല്ല ഭംഗിയിൽ കാണാൻ പറ്റും. ശരി, ആ പാറ മൊത്തോട്ട് കവിഞ്ഞു വരും. ഇതിപ്പോൾ ഒരു നേരിയ ഇതുപോലെ മാത്രമേ വന്നുള്ളൂ. അപ്പോൾ നമ്മൾ 1 മണിക്കൂറത്തെ അതികഠിനമായിട്ടുള്ള കാട്ടിലുള്ള ട്രക്കിങ് കഴിഞ്ഞിട്ട് നമ്മൾ 1-ാം ബ്ലോക്കിലെ വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ടുള്ള അത് കഴിഞ്ഞിട്ടുള്ള ചെക്ക് ഡാമുണ്ട്. ആ ചെക്ക് ഡാമിൻ്റെ എത്തിയേക്കാണ്. വെള്ളച്ചാട്ടം അടിപൊളിയാണ്. പിന്നെ അതുപോലെ ചെക്ക് ഡാമും കൊള്ളാം. ചെക്ക് ഡാമിൻ്റെ കഥ നമ്മുടെ ഡ്രൈവർ പറയുന്നുണ്ടല്ലേ. പിന്നെ അതുപോലെ പറഞ്ഞാൽ എന്താ പറയുക, കാട്ടിലുള്ള ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ അതിഭീകരമായിരുന്നു. ട്രക്കിംഗ് ഭയങ്കര എന്താ പറയുക, പേടിപ്പെടുന്ന ഒന്നായിരുന്നു. എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് ഈ കാട്ടിലെ ട്രക്കിംഗ് എന്ന് പറഞ്ഞത്. 1 മണിക്കൂർ എന്നുള്ളത് എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാവരും ഭയങ്കര ഒന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ 1-ാം ബ്ലോക്ക് വെള്ളച്ചാട്ടത്തിനുള്ള വെള്ളമാണ് ഇങ്ങോട്ട് അദ്ദേഹം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ചെക്ക് ഡാം കെട്ടിയിട്ട് വെള്ളത്തിനെ പയ്യെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ചെക്ക് ഡാമിനൊരു കഥയുണ്ട്. അത് നമ്മുടെ ഗൈഡും നമ്മുടെ ഡ്രൈവറായിട്ടുള്ള സുഹൃത്ത് പറയും. എന്തായിരുന്നു കഥ? എന്തായിരുന്നു? അതായത് ഈ ചെക്ക് ഡാം ഉണ്ടാക്കിയത് ഈ നാട്ടിൽ നേരത്തെ കറണ്ട് ഉണ്ടായിരുന്നില്ല. അതായത് ഈ ആനക്കുളം ഏരിയയിലല്ല, മാങ്കുളം വില്ലേജിൽ തന്നെ നേരത്തെ കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഈ നാട്ടുകാർ തന്നെ ഈ ചെക്ക് ഡാം ഉണ്ടാക്കി ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഇവിടെ ഉണ്ടാക്കിയതാണ്. അതെയോ? അതിൻ്റെ തെളിവുകളാണ് ഈ കാണുന്ന ഈ പോകുന്ന പൈപ്പൊക്കെ കാണാം. ഈ പൈപ്പല്ലേ? PVC പൈപ്പല്ലേ? PVC പൈപ്പാണ്. ആ പൈപ്പ് കൂടി അവിടെ പോയിട്ട് ഇതിന്റെ താഴത്തെ ഭാഗത്ത് ആർമേച്ചറും ജനറേറ്ററും, അതായത് ഇതിന് എന്തൊക്കെ ആവശ്യമുണ്ടോ സംവിധാനങ്ങളൊക്കെ വെച്ച് നാട്ടുകാർ തന്നെ ഉണ്ടാക്കി. ഗവൺമെന്റ് സപ്പോർട്ടില്ലാണ്ട് നാട്ടുകാർ തന്നെ ഉണ്ടാക്കി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പൊ സ്വന്തമായിട്ട് കറണ്ട് ഉണ്ടാക്കിയതാണല്ലേ? കറണ്ട് ഉണ്ടാക്കി ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇപ്പൊ അത് ഉത്പാദിപ്പിക്കണ്ട. ഇപ്പൊ നമ്മുടെ KCB കണക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ ഇല്ലാണ്ടായി പോയി. അപ്പൊ അതിന് ആവശ്യമില്ലാണ്ടായി പോയി. അപ്പൊ അത് വലിയൊരു നാട്ടുകാരെ വലിയൊരു സംഭവമാണ്. നാട്ടുകാരുടെ കൂട്ടായ്മ ഉണ്ടായ ഒരു വലിയ സംഭവമാണ്. പിന്നെ അല്ല, അവരൊരു എന്താ പറയുക, കഷ്ടപ്പാടിനെ ദുരിതത്തിൻ്റെ ഫലമായിട്ട് അവർ സ്വന്തമായിട്ട് തന്നെ ആ സാധനമൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചുള്ളൂ. അല്ല അതുകൊണ്ട് എന്താ പറയുക, ഈ ഒരു കാട്ടിൽ വൈദ്യുതി ഉണ്ടാവുക, വെള്ളവും വെളിച്ചവും ഉണ്ടാവുക എന്നുള്ളത് അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ KCB അല്ലെങ്കിൽ മറ്റ് ഗവൺമെൻറ് സംവിധാനങ്ങൾ ഉണ്ടാക്കാത്ത സമയത്ത് അവരത് താൽക്കാലികമായിട്ട് അവരുണ്ടാക്കി.
ഓക്കെ, നമുക്കിനി അടുത്ത സ്പോട്ടിലേക്ക് പോവാം. വാ വാ. അപ്പോൾ മാങ്കുളത്ത് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായിട്ടുള്ള ആനകുളത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ആനക്കുളം. അതെ, ആനകുളം. ഇവിടെയാണ് ആന വെള്ളം കുടിക്കാണ്ടി വന്നത്. ഇതാ ഈ ഏരിയയിലാണ്, ഒരു പ്രത്യേക പോയിന്റിലാണ് ആന വെള്ളം കുടിക്കാൻ വന്നതെന്നാണ് നമ്മുടെ ഡ്രൈവറും നമ്മുടെ ഗൈഡും പറഞ്ഞത്. കാരണം അവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള കൊമള വരുമെന്നും അതിൻ്റെ അകത്ത് ചെറു ഉപ്പുരസം ഉണ്ടെന്നും അതിൻ്റെ അകത്ത് ചില മിനറൽ ഉണ്ടെന്നുമാണ് എന്തോ ടെസ്റ്റുകളിൽ വെളിപ്പെട്ടെന്നും അവിടെ നിന്ന് മാത്രമേ ആന വെള്ളം കുടിക്കാൻ വരും, അവിടെ നിന്ന് മാത്രമേ ആന വെള്ളം കുടിക്കാറുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെയൊക്കെ ആന വന്ന് നിൽക്കുമെന്നുണ്ടെങ്കിലും പക്ഷേ വെള്ളം കുടിക്കുന്നത് ഈ ഏരിയയിൽ നിന്ന് മാത്രമേ ആയിക്കോളൂ എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് പോയിൻ്റ് ചൂണ്ടിക്കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല മനോഹരമായ സ്ഥലമാണ്. നല്ല കല്ലുകളൊക്കെ ആയിട്ടൊക്കെ നമുക്ക് കുളിക്കാൻ പറ്റും. ഇവിടെ ഒരു കോട്ടൊക്കെ ഉണ്ട് കളിക്കാൻ പറ്റും. ഇവിടെ ഈ ആന വരും എന്ന് പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുന്ന ആൾക്കാരാണ് ഈ മുഴുവൻ. വളരെയധികം ജനങ്ങൾ ഇവിടെ ഇങ്ങനെ ആന വരും എന്ന് പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുന്നുണ്ടാ. ഇതിൻ്റെ അപ്പുറത്തോട്ടും കുറേ ആൾക്കാരുണ്ട് എന്നല്ലേ. ഈ വരുന്ന ആൾക്കാർ മുഴുവൻ ഈ ആനയെ കാണാൻ വേണ്ടി കാത്തുന്ന ആൾക്കാരാണ്. സാധാരണഗതിയിൽ ഉച്ചയ്ക്ക് ഒരു 4 മണി സമയത്താണ് ആന വരും എന്നാണ് നമ്മുടെ ഡ്രൈവറും നമ്മോട് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ സമയം 6 മണിയായി. പക്ഷേ ഇത്രയും നേരമായിട്ടും ആന വന്നിട്ടില്ല. ഈ ആൾക്കാർ മുഴുവൻ ആനനെ കണ്ടിട്ട് പോകും എന്നുള്ള ഒറ്റയിനകത്ത് നിൽക്കുകയാണ്. എന്തായാലും ഇതൊരു പ്രത്യേക പ്രതിഭാസമായിട്ട് എനിക്ക് തോന്നി. ഇതിനകത്ത് ഇനി നിങ്ങൾക്ക് വേറെ ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എനിക്കിത് പറഞ്ഞുള്ള അറിവുകളാണ് ഉള്ളത്. എൻ്റെ പേരിൽ കൂടുതൽ അധികാര കേന്ദ്രങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങളൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടുകാരനായ ഡ്രൈവർ, നമ്മുടെ ഗൈഡ് പറഞ്ഞ ഒരറിവാണ്. ഓക്കെ, എന്തായാലും നമ്മുടെ ഇവിടെ ഈ മാങ്കുളത്ത് ഇതിവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ 1 ഡേ ട്രിപ്പായ മാങ്കുളത്തെ ട്രിപ്പ് ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സമയം 6:30 മണിയായിരുന്നാൽ നമ്മൾ നമ്മുടെ ആനനെ കുറേ നേരം കാത്തു നിന്ന്, പക്ഷേ ആന ഇതുവരെ വന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ നോക്കി നിൽക്കുന്നില്ല, നമ്മൾ ആ റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ജിനേഷാണ് നമ്മൾ ഈ സ്ഥലങ്ങളെ കുറേ കൊണ്ടേ കാണിച്ചത് തന്നാൽ. അപ്പോൾ ജിനേഷിന് വലിയൊരു താങ്ക്സ്. ജിനേഷിന് ഒരു ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട് തന്നാൽ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ താഴെ കൊടുത്തേക്കാം. പിന്നെ ജിനേഷ്, ഞാൻ അപ്രതീക്ഷിതമായിട്ടാണ് ജിനേഷിനെ ഇവിടെ കണ്ടുപിട്ടിയതെന്നല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് ലൊക്കേഷനിൽ വന്ന സമയത്ത് തന്നെ ജിനേഷിനെ കണ്ടുപിട്ട് ജിനേഷിൻ്റെ വണ്ടിക്കാണ് മൊത്തം കിടന്ന് കറങ്ങിയതെന്നാല്. അപ്പോൾ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഈ നാട്ടുകാരനായ ജിനേഷിന് ഇതിനെക്കുറിച്ച് പല കാര്യങ്ങളും നമ്മോട് പറയാണ്ടായിരുന്നു. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്ന കാര്യങ്ങളാണ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഇവിടെ വന്നു കണ്ടിട്ടുണ്ടെങ്കിൽ, ഈ ആനകുളത്ത് അല്ലെങ്കിൽ മാങ്കുളത്ത് വന്നു കണ്ടിട്ടുണ്ടെങ്കിൽ ജിനേഷിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ജിനേഷ് നിങ്ങളെ സേഫായിട്ട് നല്ല രീതിയിലൊരു യാത്ര നിങ്ങൾക്ക് സമ്മാനിക്കുന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ജിനേഷിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജിനേഷ് താങ്ക്സ്, വളരെ നല്ല ഒരു സർവീസായത്. എന്തായാലും വളരെ നല്ലതാണ്. ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം പറയണ്ട അതിനെല്ലാം എപ്പോഴും പ്രകൃതിയെ ഇഷ്ടപ്പെടുക, പ്രകൃതിയെ സ്നേഹിക്കുക, അതാണ് എപ്പോഴും നല്ലത്. എന്നാലും നിങ്ങൾ ഒരു കാര്യം ഇൻസ്റ്റാഗ്രാം ഐ ഡി എന്തായിരുന്നു? സെയിൻറ്റ് പുണ്യാളൻ ഹോളിഡേയ്സ്. സെയിൻറ്റ് പുണ്യാളൻ ഹോളിഡേയ്സ്. ഓക്കെ, അപ്പോൾ ആ ഇൻസ്റ്റാ ഐ ഡി നോക്കിയാണ് നിങ്ങൾക്ക് ഇവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് വെറൈറ്റി കാഴ്ചകളൊക്കെ ഞാൻ കുറേ കണ്ടു തന്നത്. വളരെ മനോഹരമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇൻസ്റ്റാ ഐ ഡി ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ, താങ്ക്സ്, ബൈ.